ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ പുതിയ വീഡിയോയ്ക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് ഗ്ലാസ്റ്റംബറി ഹൈ റോഡിലാണ്. അതായത് നമ്മൾ നാട്ടിലൊക്കെ മെയിൻ റോഡ് എന്ന് പറയില്ലേ, അതിലെ മുന്നിലുള്ള അവർ ലേഡി ഓഫ് ഗ്ലാസ്റ്റംബറി എന്ന് പറയുന്ന ചർച്ചിൻ്റെ മുന്നിലാണ് വന്നു നിൽക്കുന്നത്. ഈ ചർച്ചിനെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടോറ് മലയുടെ കാര്യങ്ങളും അവിടുത്തെ ഹിപ്പികൾ പോലെയുള്ള ആളുകളുടെ ജീവിത രീതിയും ആഭിചാരങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ഉള്ള ആ നാടിനെ പറ്റിയാണ്, ആ മലയെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾ ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗമായ ഈ ലേഡി ഓഫ് ഗ്ലാസ്റ്റംബറി എന്ന് പറയുന്ന മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ദേവാലയം ചരിത്ര പ്രസിദ്ധമാണ്, അതൊന്ന് കാണാം. ഈ ദേവാലയത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളുടെ കത്തോലിക്ക വിശ്വാസികളുടെ വിശ്വാസത്തിലുള്ളത് ഔസേപ്പിതാവും ഉണ്ണിയും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ഒരു പ്രസിദ്ധനായ ചിത്രകാരൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ. അതവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടുത്തെ ഇതിൻ്റെ നിദാനമായി പറയുന്നത് യേശുവിൻ്റെ തിരുശരീരം മരണത്തിന് ശേഷം വാങ്ങി മറവ് ചെയ്ത അരിമത്തിയക്കാരൻ ജോസഫ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നവർ ഇവരെല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലിപ്ടൺ രൂപത, കത്തോലിക്ക രൂപത, ഇതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പിൽഗ്രിം സെൻ്ററായിട്ട്, ഷ്രൈൻ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും സെപ്റ്റംബർ 7-ാം തീയതി ഇവിടെ രൂപതയുടെ നേതൃത്വത്തിലുള്ള തീർത്ഥാടനം നടക്കുന്നുണ്ട്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ദേവാലയമാണ്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 3 രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 3-ൽ പരം വിശുദ്ധന്മാർ ഈ ദേവാലയം തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ പേരുകളൊക്കെ പറയാം. നമുക്ക് ദേവാലയത്തിനകത്തേക്കൊന്ന് പ്രവേശിക്കാം. ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായ കന്യാമറിയത്തിൻ്റെ രൂപത്തിന് 4 പ്രത്യേകതകളുണ്ട്. ഒന്ന്, മാതാവിൻ്റെ ശിരസിൽ ഒരു കിരീടമുണ്ട്. 2, മാതാവിൻ്റെ ഇടത് കൈയിൽ ഉണ്ണീശോയുടെ രൂപവും വലത് കൈയിൽ പുഷ്പിച്ച് നിൽക്കുന്ന ഒരു റോസാപുഷ്പവുമുണ്ട്. ഈ ഒരു ചിത്രം വളരെ ഏറെ ഭക്തിയോടെയാണ് ഈ നാട്ടുകാർ വണങ്ങുകയും അതിനെ ആദരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. മാതാവിൻ്റെ വിശിഷ്ടമായ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഇത് ഇന്നും ഇവിടുത്തുകാർ തന്നെയല്ല, ഇംഗ്ലണ്ടിലെ മുഴുവൻ ജനങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. മാതാവിൻ്റെ ഈ ദേവാലയത്തെക്കുറിച്ച് പറയുന്നത്, മാതാവിനെ ഇംഗ്ലണ്ടിന് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മദർ ഓഫ് ഗോഡ് എന്നാണ്. മാതാവ് ശരിക്കും ദൈവത്തിൻ്റെ അമ്മയാണ്, പക്ഷെ മദർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ ആൾക്കാരുടെ മാതാവിൻ്റെ രൂപത്തിന് പിറകിലുള്ള ചിത്രം വളരെ പ്രസിദ്ധമാണ്. അത് ക്യാൻവാസിൽ ഒരു പ്രത്യേക രീതിയിൽ പെയിൻറ് ചെയ്തിട്ടുള്ള, യാതൊരുവിധ കേടുപാടുകളും ഇല്ലാതെ ഇപ്പോഴും വളരെ ഭംഗിയായി നിലനിൽക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രം നമുക്കൊന്ന് നോക്കിക്കാണാം. ഈ തുണി കൊണ്ടുള്ള ക്യാൻവാസിനെ, അതായത് ആൾത്താരയുടെ പുറകിലുള്ള ആ ചിത്രത്തെ ടൈപ്പിസ്ട്രി ആർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കൈകൾ കൊണ്ട് നെയ്ത് കരവേലയായി ആലേഖനം ചെയ്ത ക്യാൻവാസിൽ 9 പേരുടെ ചിത്രങ്ങളുണ്ട്. ദേവാലയത്തിന് കാരണഭൂതനായ അരിമത്തിയക്കാരൻ ജോസഫ്, രക്തസാക്ഷികളായ, അതായത് ദേവാലയത്തിന് വേണ്ടി രക്തസാക്ഷികളായ റിച്ചാർഡ് വൈറ്റിംഗ്, ജോൺ തോൺ,
റോജർ ജെയിംസ് എന്നിവരും ദേവാലയം നേരിട്ട് സന്ദർശിച്ച വിശുദ്ധന്മാരായ സെൻറ്റ് ഡേവിഡ്, സെൻറ്റ് പാട്രിക്ക്, സെൻറ്റ് ബ്രിജിഡ് എന്നിവരും ചിത്രത്തോടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൂടാതെ സെൻറ്റ് ഡംസ്റ്റൺ, ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്റ്റംബറിക്കാരനാണ്. പിന്നീട് ഇദ്ദേഹം കാൻറ്റർബറി രൂപത ആർച്ച് ബിഷപ്പ് ആവുകയും വിശുദ്ധനായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ 9ാമത്തെ ആളായിട്ട് റിച്ചാർഡ് ബേരെ എന്ന ഒരു വിശുദ്ധനുമുണ്ട്. വിശുദ്ധന്മാർ സന്ദർശിച്ചിട്ടുള്ള ദേവാലയമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. സെൻറ്റ് റിച്ചാർഡ്, സെൻറ്റ് ഡേവിഡ്, സെൻറ്റ് പാട്രിക്ക്, സെൻറ്റ് ബ്രിജിറ്റ്, ഈ വിശുദ്ധന്മാരാണ് ഈ ദേവാലയം വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ദേവാലയത്തിൻ്റെ ബാൽക്കണിയിൽ കാണുന്ന ആ ഓർഗൻ ഒരു വിശേഷപ്പെട്ട ഓർഗനാണ്. ഇങ്ങനെയുള്ള വളരെ അപൂർവമായിട്ടുള്ളൂ. ഇത് നമ്മുടെ ഇവിടുത്തെ ദിവ്യബലി സമയത്ത് വായിക്കുന്നതാണ്. അത് വളരെ മനോഹരമായ സംഗീതമാണ് അതിൽ നിന്ന് പൊഴിക്കുന്നതെന്ന് ഇവിടെ വന്നിട്ടുള്ള പലരും എന്നോട് പറയുകയുണ്ടായി ചോദിച്ചപ്പോൾ. അതുപോലെ തന്നെ ഈ 3 രക്തസാക്ഷികൾ ഈ ദേവാലയത്തിന് വേണ്ടി ഉണ്ടായി എന്ന് പറയുന്നത് വളരെ വലിയൊരു നേട്ടമായിട്ടാണ് ഈ നാട്ടുകാർ കാണുന്നത്. അതുപോലെ തന്നെ അരിമത്തിയക്കാരൻ ജോസഫ് ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഊന്നുവടി അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയും ആ ഊന്നുവടിയിൽ നിന്ന് ഒരു പ്രത്യേക തരം പുഷ്പം, ഇവിടെ ഒരു ചെടി ഉണ്ടാവുകയും ആ ചെടിയെ ഇവിടുത്തുകാരെല്ലാവരും ദിവ്യമായ ഒരു പുഷ്പമായിട്ടാണ് വിശ്വസിക്കുകയും കാണുകയും ചെയ്യുന്നത്. അത് ഈ പ്രദേശത്ത്, ഗ്ലാസ്റ്റംബറി ദേശത്ത് പല സ്ഥലത്തും കാണാൻ കഴിയും. അതിനെപ്പറ്റി വേറൊരു വാമൊഴി ചരിത്രം കൂടിയുണ്ട്. അങ്ങനത്തെ ചെടിയിൽ നിന്നാണ് യേശുവിൻ്റെ മുൾക്കിരീടം ഉണ്ടാക്കിയത് എന്ന് ഇവർ വിശ്വസിക്കുന്നു. പിന്നെ അരിമത്തിയക്കാരൻ ജോസഫ് വന്നപ്പോൾ യേശു അന്ത്യത്താഴത്തിൽ കൊണ്ടുവന്ന് എടുത്ത ചാലിസ് എന്ന് പറയുന്ന ഒരു കപ്പ്, ബൗള്, അത് ഇവിടെ കൊണ്ടുവരികയും ഇവിടുത്തുകാർ അത് വണങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രം പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന പ്രസിദ്ധനായ കവിയുടെ കവിതയിലാണ് ഈ അരിമത്തിയക്കാരൻ ജോസഫിൻ്റെ കഥയും അതുപോലെ തന്നെ സെയിൻറ്റ് ജോസഫ് ഉണ്ണീശോയായിട്ട്, വിശ്വാസ പിതാവ് ഉണ്ണീശോയുമായിട്ട് നേരിട്ട് ഗ്ലാസ്റ്റംബറിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പരാമർശിക്കുന്നു. ആ ചരിത്രത്തെയാണ് ഇവർ ഇങ്ങനെ വാമൊഴിയായും വരമൊഴിയായും ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കത്തോലിക്ക വിശ്വാസികളുള്ള ക്ലിപ്ടൺ രൂപതയുടെ കീഴിലുള്ള ഈ ദേവാലയം ഗ്ലാസ്റ്റംബറി പ്രദേശത്തിന് മാത്രമല്ല, ക്ലിപ്ടൺ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ഇവിടേക്ക് തീർത്ഥാടനം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സെപ്റ്റംബർ 8 മാതാവിൻ്റെ വലിയ ആഘോഷമായ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഘോഷയാത്രയും പ്രാർത്ഥനയും തിരുക്കർമ്മങ്ങളും അന്നൈ വേളാങ്കണ്ണി എന്ന് പറയുന്ന വേളാങ്കണ്ണിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ സെപ്റ്റംബർ 7 ഈ ദേവാലയത്തിൽ മാതാവിൻ്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു ഘോഷയാത്രയും. ഈ ക്ലിപ്ടൺ രൂപതയിൽ നിന്ന് വരുന്ന എല്ലാ ദേവാലയത്തിൽ നിന്നുള്ള ആളുകൾ തീർത്ഥാടനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേക ആഘോഷം നടക്കുന്ന ഒരു ദേവാലയമാണ്. ഇംഗ്ലണ്ടിലെ മുഴുവൻ ജനങ്ങളും ഈ ദേവാലയത്തിന് വലിയൊരു സ്ഥാനം കൽപ്പിച്ച് നൽകിയിരിക്കുന്നു. ഇവിടുത്തെ ഗ്ലാസ്റ്റംബറി പറയുന്നത് ഗ്ലാസ്റ്റംബറിയുടെ ലേഡി ഓഫ് അവർ ലേഡി ഓഫ് ഗ്ലാസ്റ്റംബറി എന്നാണ് അവർ പറയുന്നത് തന്നെ. അങ്ങനെയാണ് ഇത് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഷൈനാണ്. അതുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെയും ഉണ്ട് ഒരു കാരണം. ഇന്നലെ നമ്മൾ കണ്ട ടോർ മല, അത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രമായിട്ട് പഴയ കാലത്ത് 1970 നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിപ്പികൾ, മുടി നീട്ടി വളർത്തിയ ഹിപ്പികൾ ഇപ്പോഴും ആ മലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, അതിന് താഴ്വരയിൽ, അതിൻ്റെ മുകളിലും ഇന്നലെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴും കുറേ ഹിപ്പികൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പ്രത്യേക തെറ്റായ വിശ്വാസങ്ങളും അനാചാരങ്ങളും കൈനോട്ടും അതുപോലെയൊക്കെയുള്ള പല നമുക്ക് മുഴുവൻ വിശ്വസിക്കാൻ ഒരടിത്തറയുമില്ലാത്ത അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളും കഴിയുമ്പോൾ ഇവിടെ
നേരെ മറിച്ച് വേറൊരു രീതിയിൽ ഇത് രണ്ടും വ്യത്യസ്തമായതുകൊണ്ടാണ് ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. സന്തോഷം. ഞാൻ പരാമർശിച്ച ലേഡി ഓഫ് ഗ്ലാസ്റ്റംബറിയുടെ സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. കിരീടവും മാതാവിൻ്റെ അടുത്ത കയ്യിൽ ഉണ്ണീശോയും വലയിൽ പുഷ്പിച്ച പൂക്കളുമുള്ള സ്റ്റാച്യു ആണിത്. ഇരിക്കുന്നതൊക്കെ ഇവിടുത്തെ മൊണിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ഇനി പോകുന്നത് സോമർസെറ്റിലേക്കാണ്. നേരത്തെ ഞങ്ങൾ ഈ ദേവാലയം കവർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ താമസിക്കുകയും ഇന്ന് രാവിലെ വന്ന് ഈ ദേവാലയം ചിത്രീകരിച്ചതിന് ശേഷം ഇനി ഞങ്ങൾ സോമർസെറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്നലെ കാണിച്ച ടോർമല കയറിയതിൻ്റെ ക്ഷീണവും കാലുവേദനയും ഒക്കെ ഉണ്ട്. എൻ്റെ പ്രായത്തിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പോൾ അത്രയും വലിയ മല കുത്തനെ കയറാനൊക്കെ എളുപ്പമല്ല. പക്ഷേ അത് കയറാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ പരിപാവനമായ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കാനും കഴിഞ്ഞു. അതൊരു വലിയ അനുഗ്രഹമായി കരുതുന്നു. താങ്ക് യു. എൻ്റെ അരികിൽ നിൽക്കുന്ന ഇവർ സ്പെയിനിൽ നിന്ന് വന്നിരിക്കുന്ന തീർത്ഥാടകരാണ്. ഇതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് തീർത്ഥാടകർ ദിവസവും വരുന്നു. സെപ്റ്റംബർ 7 വളരെ വിശേഷപ്പെട്ട രീതിയിൽ വരുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നോക്കും, ഈ തൊപ്പിയും മാതാവിൻ്റെ രൂപവും ആലേഖനം ചെയ്ത ടീഷർട്ടും ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ഉണ്ടെന്നാണ് കത്തോലിക്കരായ ഈ വർഷം പ്രത്യേകിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ വരുന്നത്. ഓക്കെ, താങ്ക് യു. ഈ ദേവാലയം വിസിറ്റ് ചെയ്ത് ഇറങ്ങുന്ന എല്ലാ തീർത്ഥാടകർക്കും ജൂബിലി പാസ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരു പാസ്പോർട്ട് കൊടുക്കുകയാണ്. എനിക്കും അത് ഒരെണ്ണം ഇവിടുത്തെ അധികാരി തരികയുണ്ടായി. ഈ വർഷം ഈ ദേവാലയത്തിൻ്റെ ജൂബിലിയാണ്. ജൂബിലി വർഷത്തിൽ ഇവിടെ വന്ന് പോകുന്നവർക്ക്, വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം ലഭിക്കും എന്നുള്ളതാണ് കത്തോലിക്കാ സഭയുടെ ഒരു ആചാര വിശ്വാസം. അത് പ്രകാരം ഞാനും ദണ്ഡവിമോചനത്തിന് അർഹനായിരിക്കുകയാണ്. ഈ പാസ്പോർട്ട് തരുന്നത് നമ്മളിവിടെ വിസിറ്റ് ചെയ്തു എന്നതിനുള്ള ഒരു തെളിവായിട്ടാണ് തരുന്നത്. നമ്മൾ നേരത്തെ കാണുകയുണ്ടായി സ്പെയിനിലുള്ളവർ, അതുപോലെ പല സ്ഥലത്തുനിന്നും ഇവിടെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്നാൽ വളരെ ശാന്തവും സ്വച്ഛന്തവുമായ ഒരിടമാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തോന്നുന്ന എന്തോ ഒരു അരൂപി നമുക്ക് അനുഭവപ്പെടും. ഓക്കെ.